ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചലഞ്ചിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഇമോഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. 2 ദിവസമായിട്ട് നമ്മൾ പണത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പണത്തിൻ്റെ മണി ബ്ലോക്കുകളെക്കുറിച്ചും മണി ബ്ലോക്ക് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഉറവിടം, മറ്റു കാര്യങ്ങൾ എല്ലാം നമ്മളിങ്ങനെ സ്വയം അനലൈസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെ ഹീൽ ചെയ്യാം, ഈ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ പൈസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പണം എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ ചിലവഴിക്കാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നമ്മൾ ആലോചിക്കുക, ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക, അല്ലേ? പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? പണവുമായിട്ട് നമുക്കുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം അതിനെ. പണവുമായിട്ട് നമുക്കുള്ള ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പണം എന്ന് പറയുന്നത് വെറും ഒരു നോട്ടല്ല. നമ്മളെ സംബന്ധിച്ച് പണം എന്ന് പറയുമ്പോൾ കുറേ കറൻസി നോട്ടുകൾ ഇങ്ങനെ സ്പ്രെഡായി വരുന്നതിനെയാണ് നമ്മൾ പണം എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ബാങ്കിലെ ബാലൻസ് ആയിരിക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ പക്ഷേ പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറേ നോട്ട് കെട്ടുകളോ കുറേ ബാങ്ക് ബാലൻസിൽ വരുന്ന ഡിജിറ്റൽ നമ്പേഴ്സോ ഒന്നുമല്ല. പണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഫീലിങ്സാണ് വരുന്നത് എന്നുള്ളതാണ് പണവുമായിട്ട് നമുക്കുള്ള ഒരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നമ്മൾ പൈസയെക്കുറിച്ച് പൈസ കാണുമ്പോൾ തന്നെ ഒരു സുരക്ഷിതത്വവും ഒരു സന്തോഷവും ഒക്കെ തോന്നും. എന്നാൽ ചിലർക്കാണെങ്കിൽ പണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണ്, ബാധ്യത എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ പാറ്റേണുകൾ മാറി മറിയേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന പൈസയെക്കുറിച്ചുള്ള നമ്മളുടെ എല്ലാ നെഗറ്റീവ് സ്റ്റോറീസും നമ്മൾ അപ്പാടെ മാറ്റി പുതിയ സ്റ്റോറി, മണിയെക്കുറിച്ച് പുതിയ സ്റ്റോറി നമ്മൾ മൈൻഡിലേക്ക് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. പൈസയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ്. പൈസയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്താണ്? എന്ത് മറുപടിയാണ് പണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നത്? സന്തോഷമാണോ, അതേ പേടിയാണോ, ടെൻഷനാണോ? അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളും പൈസയുമായിട്ടുള്ള ബന്ധം. ചിലർ പറയാറുണ്ട് ശമ്പളം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ അതോടൊപ്പം അത് പെട്ടെന്ന് തീർന്നു പോകുമെന്നുള്ളൊരു പേടിയുമുണ്ട്. ചിലർക്ക് പൈസ ചിലവാക്കുമ്പോൾ കുറ്റബോധമുണ്ട്. ചിലർക്ക് ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ആങ്സൈറ്റി ഉണ്ട്. മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അസൂയയോ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഒക്കെ തോന്നാറുണ്ട്. അവർക്കുണ്ട്, എനിക്കില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. ചിലർക്ക് കടം, EMI, ബിൽസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരമുള്ളതായിട്ട് തോന്നും. ഇത്തരത്തിൽ സംഭാഷണം പോലും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. മറ്റു ചിലർക്ക് പൈസ എന്ന് പറഞ്ഞാൽ പൈസ വരും, പക്ഷേ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ്. ഇതെല്ലാമാണ് പൈസയും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇതൊന്നും വെറുതെ നമുക്ക് ചിന്തിച്ചു പോകുന്ന ഒരു ബന്ധമല്ല. ഈ ഇമോഷണൽ ബന്ധമാണ് പൈസ നമ്മളുടേക്ക് വരണമോ വേണ്ടയോ, നിലനിൽക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇത്തരം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ മണിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മുറിവ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അല്ലേ? ഇമോഷണൽ പെയിൻ ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതോ ഒന്നുമല്ല. അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അവിടെ നിന്നും നമുക്ക് ഫാമിലി പാറ്റേൺസിൽ നിന്നും നമുക്ക് കിട്ടിയ കുട്ടിക്കാലത്ത് വീട്ടിൽ പറഞ്ഞ വീട്ടിൽ പൈസയെക്കുറിച്ച് ടെൻഷനുള്ളതും പണം ചിലവാക്കരുത്, അധികം ചിലവാക്കരുത്, ചിലവാക്കിയാൽ തീർന്നു പോകും എന്ന് പറഞ്ഞതും അങ്ങനെയുള്ള പല ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയും ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് വന്നത് എവിടെ നിന്നിട്ടാണ്? നമ്മളുടെ
സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴും പൈസയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചിന്ത വന്നാലും നിങ്ങൾ ഉടനെ തന്നെ മണി അഫർമേഷൻ പറയുക എന്നുള്ളതാണ്. പണം നന്മയാണ്. പൈസയെക്കുറിച്ച് മോശമായിട്ടൊരിത് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുക, പണം നന്മയാണ്, പണം അനായാസേന എന്നിലേക്ക് ഒഴുകിയെത്തുന്നു, ഞാനും പണവും തമ്മിൽ ആത്മബന്ധമുണ്ട്, പണം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ്ലി അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോൾ പണത്തെക്കുറിച്ച് നെഗറ്റീവായോ പോസിറ്റീവായോ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പൈസയുമായിട്ട് ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും പൈസയെക്കുറിച്ച് ആങ്സൈറ്റി ആയിരിക്കും, ഫ്യൂച്ചറിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ചിലവുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്യാമെന്ന് വെച്ച് സൂക്ഷിക്കുന്ന പൈസയായിരിക്കും, പക്ഷെ നമുക്കത് ചിലവായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് മണി ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മണി അഫർമേഷൻസ് ധാരാളമായിട്ട് പറയുക എന്നുള്ളതാണ്. മണി അഫർമേഷൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അഫർമേഷൻസ് ധാരാളമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു മണി പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണിയുമായിട്ടുള്ള ഇമോഷണൽ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് മണി ബ്ലോക്ക് മാറ്റുന്നതിന് നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ്. പണത്തെക്കുറിച്ച് നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും നമ്മൾ പരിപൂർണമായിട്ട് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ട് പൈസ നമ്മളിലേക്ക് അട്രാക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ പൈസയുമായിട്ട് നമുക്കൊരു ഇമോഷണൽ റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് അഫർമേഷൻസ്. വളരെ നിരന്തരം അഫർമേഷൻസ് പറയുക എന്നുള്ളത്. അഫർമേഷൻസിലൂടെ മാത്രമാണ് നമുക്ക് മണി ലിമിറ്റിംഗ് ബിലീഫൊക്കെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മണി ബ്ലോക്ക് മാറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ടെക്നിക്കാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി ഒരു പുതിയ വിശ്വാസം തന്നെ കൊണ്ടുവരണം. ഞാൻ പണം ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു, പണം എൻ്റെ ജീവിതത്തിൽ സുരക്ഷിതമായി വരികയും നിലനിൽക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ നിരന്തര അഫർമേഷനിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിരന്തരം പറയണം. അങ്ങനെയാണ് നമുക്കിത് മാറ്റുക. ഇതാണ് പ്രാക്ടിക്കൽ സെഷൻ. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാം. ഇന്ന് നിങ്ങൾ എഴുതേണ്ട ചോദ്യം നേരത്തെ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. പണം എന്നെ എന്ത് ഫീൽ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എഴുതുക. ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ടുള്ള അഫർമേഷൻസ് എഴുതുക. നിങ്ങൾക്ക് എന്താണോ പൈസയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് അഫർമേഷൻസ് എഴുതുക എന്നുള്ളതാണ് മണി ബ്ലോക്ക് മാറ്റാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. പിന്നെ ഇനി അടുത്ത് പൈസ കുറവാണെങ്കിൽ ഒരിക്കലും നമ്മൾ പൈസ ശപിക്കാൻ പാടില്ല. എനിക്ക് പൈസ വരില്ല, എനിക്ക് ഭാഗ്യമില്ല, അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു പറയുക, ഞാൻ പണവുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, പണം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊണ്ടുവരുന്നു, ഞാൻ അബണ്ടൻസ് റിസീവ് ചെയ്യാൻ പഠിക്കുകയാണ് എന്നുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. പണം ഇനി അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, പണം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശാന്തത വരും, സമാധാനം വരും, പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു പേടി മാറിക്കിട്ടും, പണത്തിനോട് ഒരു ക്ലാരിറ്റി വരും, റെസ്പോൺസിബിലിറ്റി വരും. അപ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് മാറും, നമ്മുടെ എനർജി മാറും. അതെല്ലാം നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മണി ബ്ലോക്കും മാറി പതുക്കെ പൈസ നമ്മളിലേക്ക് എത്തിത്തുടങ്ങും. അപ്പോൾ ഇന്നലെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു, അഫർമേഷനൊക്കെ പറഞ്ഞാൽ ലോട്ടറി അടിക്കുമെന്ന്. അങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും ഒരിക്കലും സാധ്യമല്ല. നമുക്ക് ഗ്രാജ്വലിയേ മാറാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും നമുക്ക് എന്നാൽ പിന്നെ സഡൻലി ഒരു മാറ്റം അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത്രയും അഫർമേഷൻസ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്ലോലി ആയിരിക്കും ചിലപ്പോൾ മാറ്റം വരുന്നത്. പക്ഷേ ഒൺസ് നിങ്ങൾക്ക് മാറ്റം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വരും, നിങ്ങൾക്ക് ഇതിലൊരു വിശ്വാസം വരും, നിങ്ങൾക്ക് മനസ്സ് വളരെയധികം ശാന്തമാകും, പിന്നെ പൈസയോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും. അങ്ങനെ പതുക്കെ ആ ഒരു ബ്ലോക്ക് പെട്ടെന്ന് മാറാൻ തുടങ്ങും.
ആദ്യം സ്ലോ ആയിട്ടായിരിക്കും മാറുക. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ആദ്യം മാറിയത് വളരെ സാവകാശം, ഒരു വർഷത്തോളം നമ്മൾ ഇത് അഫർമേഷനൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് പതുക്കെ 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 മാറ്റം വരുന്നത്. അത് കഴിഞ്ഞ് മാറ്റം വന്നു തുടങ്ങുമ്പോൾ നമുക്കൊരു വിശ്വാസം വരും ഉള്ളിൻ്റെ ഉള്ളിൽ, എനിക്ക് മാറി തുടങ്ങി എന്നുള്ളത്. അത് വർക്കായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറ്റം വരും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും പണവും സംബന്ധമായിട്ടുള്ള എല്ലാ ബ്ലോക്കുകളും മാറി അബണ്ടൻസ് ധാരാളമായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ നിങ്ങളെല്ലാം ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചലഞ്ചിൽ നിങ്ങൾ ഈ അഫർമേഷൻസ് ആണ് പറയേണ്ടത്. നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അഫർമേഷൻസ് പറയുക എന്നതാണ് ഇന്നത്തെ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.